ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമോത്തുമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേര് പറയുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനമെടുക്കാൻ എന്നെ വളരെ പ്രേരിപ്പിച്ച ഒരു വാക്ക്, മിസ്രയീമിൻ്റെ നിന്ന ദൈവം ഇസ്രായേലിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞ ദിവസം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, മിസ്രയീമിൻ്റെ നിന്ന, മിസ്രയീമ്യരുടെ അധിക്ഷേപങ്ങൾ, മിസ്രയീമ്യരുടെ അപമാനിക്കൽ, കളിയാക്കൽ, താഴ്ത്തിപ്പറച്ചിലുകൾ എല്ലാം മാറ്റിയ ഒരു ദിവസത്തെക്കുറിച്ച് ഈ പകൽക്കാലം യോശുവ രേഖപ്പെടുത്തുന്നു. മിസ്രയീമിൻ്റെ നിന്ന ഇസ്രായേലിൽ നിന്ന് മാറ്റിക്കളയാൻ ദൈവം ചെയ്ത 3 കാര്യങ്ങളാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടു. പുറപ്പാട് ദിവസം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശയോട് പറയുന്ന വാക്ക്, അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ വാഗ്ദത്തം, മോശ മരിച്ചിട്ടും അഹരോൻ മരിച്ചിട്ടും മിരിയാം മരിച്ചിട്ടും ഇറങ്ങിത്തിരിച്ച ജനങ്ങൾ പലരും മരുഭൂമിയിൽ പട്ടുപോയിട്ടും ദൈവം പൂർത്തീകരിച്ചു എന്നുള്ളത് ഈ പകൽക്കാലം എനിക്ക് ഈ വാക്യത്തിലൂടെ പറയാനിടയായി. തടസ്സങ്ങൾ മുൻപിൽ വന്ന്, അതെ, പ്രൈസ് ദി ലോർഡ്, ചെങ്കടൽ അവരുടെ മുമ്പിലുണ്ടായിരുന്നു, മരുഭൂമി അവരുടെ മുമ്പിലുണ്ടായിരുന്നു, യോർദാൻ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അവയെല്ലാം അവരുടെ മുമ്പിൽ നിന്നും മാറി ദൈവം അവരോട് പറഞ്ഞ ആ വാഗ്ദത്തം പൂർത്തീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് നിന്ന ദൈവം മാറ്റുവാൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അവർക്ക് ചെയ്ത 2ാമത്തെ പ്രവൃത്തി എന്നുള്ളത്, സ്തോത്രം, അവർ ഉടമകളായി മാറി എന്നുള്ളതാണ്. 400 വർഷം ഇസ്രായേൽ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ അവർ ഊഴിയ വിചാരകന്മാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഉഴന്നു നടന്നവരായിരുന്നു. അടിമ എന്ന ലേബലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, 40 വർഷം ഉഴച്ചലിൽ അവരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അവർ കനാന്റെ ഉടമകളായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടിമത്തം മാറി അവർക്ക് അവകാശം ലഭിക്കുക. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടിമകളെന്ന പേര് അവരിൽ നിന്ന് എടുത്തുകളഞ്ഞ് ഉടമ എന്ന പേരിന് അവർ അർഹരായി മാറി എന്നുള്ളതാണ് ദൈവം ചെയ്ത, ഹല്ലേലൂയ, നിന്ന, മിസ്രയീമിൻ്റെ നിന്ന, മിസ്രയീമിൻ്റെ അപമാനം, മിസ്രയീമിൻ്റെ കളിയാക്കൽ മാറുവാൻ ദൈവം ചെയ്ത, ഹല്ലേലൂയ, അത്ഭുതം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അടിമ
ഇവിടെ ഉടമകളായി മാറി എന്നുള്ളത്. മൂന്നാമതായി സ്തോത്രം, മിസ്രയീമിന്റെ നിന്ന അവരിലും മാറുവാൻ ദൈവം ചെയ്തത് സ്തോത്രം, അവർ ഉടമ്പടിയുടെ മക്കളായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം സ്തോത്രം, ഇസ്രായേൽ മക്കൾ കേവലം ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ വിടുതൽ അനുഭവിച്ചവർ മാത്രമല്ല സ്തോത്രം, അവരൊരു ഉടമ്പടിയുടെ മക്കളാ. ആരുമായിട്ട? അബ്രഹാമും ദൈവവുമായി ചെയ്ത ഒരു ഉടമ്പടിയുണ്ട് സ്തോത്രം. ദൈവം അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി എന്നുള്ളത് പരിച്ഛേദന എന്ന ഉടമ്പടിയാണ് സ്തോത്രം. നിങ്ങൾ എൻ്റെ ഹല്ലേലൂയ സന്തതി, എൻ്റെ മക്കൾ ഹല്ലേലൂയ, ഞാനും നീയും നിന്റെ സന്തതിയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി ശരീരത്തിൽ വഹിക്കുന്നവരാ. പരിച്ഛേദന എന്ന ഉടമ്പടി ശരീരത്തിൽ വഹിക്കുന്ന ഒരു കൂട്ടം ജനമായി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 400 വർഷമായി ഇവർ ആ ഹല്ലേലൂയ സ്തോത്രം, ആ അടിമത്തത്തിൽ കിടന്ന് സ്തോത്രം ഹല്ലേലൂയ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയവർ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേൽ യഹോവയുടെ പ്രഭുവായവർ, ദൈവത്തിൻ്റെ പ്രഭുവ. ഇന്ന് ദൈവത്തിൻ്റെ പ്രഭു സ്തോത്രം എന്ന സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്നിതാ അവരെല്ലാം ആ പരിച്ഛേദനയേറ്റ് ഉടമ്പടിയുടെ മക്കളായി തീരുക. അവരുടെ ശരീരത്തിൽ, അവരുടെ രൂപത്തിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ ചിന്തകളിൽ എല്ലാം അവരൊരു മിസ്രയീം എന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ഐഡന്റിറ്റി അവരുടെ മേൽ കുത്തപ്പെട്ടിരുന്നു സ്തോത്രം. ഇത് ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾക്കറിയാം സ്തോത്രം ഹല്ലേലൂയ. ഹിത്രോവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം, അവന്റെ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു മിസ്രയീമിനെ കണ്ടു എന്ന് വെച്ചാൽ സ്തോത്രം. നോക്കണം, മോശെ ഇപ്പൊ കണ്ട മിസ്രയീമിനായിട്ടാ തോന്നുന്നത്. കാരണം അവന്റെ രൂപം, ഭാവം എല്ലാം ഒരു മിസ്രയീമിനായി മാറി. 400 വർഷത്തെ ഇവരുടെ മിസ്രയീമിലെ വാസം, ഇവരുടെ ജീവിത രീതി എല്ലാം ഇവരെ സ്തോത്രം ഇസ്രായേൽ എന്ന ഹല്ലേലൂയ അതിൽ നിന്ന് അവരൊരു മിസ്രയീമാക്കി അവരെ തീർത്തു. ഇത് പറയുമ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് സ്തോത്രം, എന്നാൽ ഇന്നിതാ അവരുടെ ഐഡന്റിറ്റി അവർക്ക് മടക്കി കിട്ടുക, പരിച്ഛേദനയിലേക്ക് അവർ മടങ്ങി വരിക, അവർ ഉടമ്പടിയുടെ മക്കളായി തീർന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിച്ഛേദനയേറ്റ് ഇസ്രായേൽ എന്ന ആ ദൈവത്തിന്റെ പ്രഭു സ്ഥാനത്തേക്ക് അവർ മടങ്ങി വരുന്ന ഒരവസ്ഥ. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ ഹല്ലേലൂയ സ്തോത്രം മിസ്രയീമിന്റെ നിന്ന മാറ്റി എന്ന് പറഞ്ഞാൽ, 1 വാഗ്ദത്തം പൂർത്തീകരിച്ചു, 2 അടിമമത്തം മാറി അവർ ഉടമകളായി മാറി സ്തോത്രം, 3 സ്തോത്രം ഹല്ലേലൂയ അവർ ഉടമ്പടിയുടെ മക്കളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്വന്തം ജനം അത് പരിച്ഛേദനയിലൂടെ ഹല്ലേലൂയ സ്തോത്രം അവർ പുനഃസ്ഥാപിക്കുന്ന ഇവിടെ കാണുവാനിടയായി തീരും. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മളുടെ ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അടിമ എന്ന പേര് കുത്തി ചില സ്ഥലത്ത് നമ്മളെ ഹല്ലേലൂയ കെട്ടിയിടുമ്പോൾ ദൈവം അവിടെ നിന്ന് നമ്മളെ പുറപ്പെടുവിച്ച് പ്രൈസ് ദി ലോർഡ് മാന്യതയുടെ പുടവകൾ എത്തുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി നമുക്ക് വേണ്ടി ദൈവം ചിലത് പ്രവർത്തിക്കുന്നത് ഈ പകൽക്കാലം കാണുവാനിടയാകട്ടെ. നമ്മുടെ പേരിലുള്ള ചില അപമാനങ്ങൾ, നിന്ദകൾ ഹല്ലേലൂയ, ചിലത് നമ്മളെ അടിച്ചേൽപ്പിച്ചതൊക്കെ എളിയാക്കലുകൾ ഒക്കെ മാറി ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. കർത്താവ് അനുവദിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിന്റെ നിന്ദയായ മിസ്രയീമിന്റെ നിന്ദയെ മാറ്റി സ്തോത്രം ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ നിന്ന എന്നൊരു പദമുണ്ട്. ഹല്ലേലൂയ. അത് തേജസ്കരണത്തിന്റെ നിന്ദയാണ്. അതിലേക്ക് ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിന്റെ നിന്ദകളെ മാറ്റി ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തേജസ്സിനു വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ നിന്ന ധനമായി എണ്ണുന്ന അവസ്ഥകളൊക്കെ
കർത്താവ് തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ലോകം ഞങ്ങളെ നിന്ദിക്കുന്ന നിന്ദകളെ മാറ്റുവാൻ അങ്ങ് വാഗ്ദത്തത്തെ പൂർത്തീകരിച്ച് ഹല്ലേലൂയ ഉടമത്വം ഹല്ലേലൂയ ഉടമകളാക്കി, പ്രൈസ് ദി ലോർഡ്, ഉടമ്പടിയുടെ മക്കളാക്കി മാന്യതകൾ തന്ന് സ്തോത്രം നിർത്തുന്ന അനുഗ്രഹത്തിനായി സ്തോത്രം. അതെ, ആരൊക്കെയോ നിന്ദകൾ അനുഭവിക്കുന്നുണ്ട്. അവരെ മാറ്റുവാൻ, അവരെ ഉയർത്തുവാൻ, അവരെ ഹല്ലേലൂയ ലോകത്തിൻ്റെ നിന്ന സ്തോത്രം, ലോകം ഹല്ലേലൂയ പാപത്തിനകത്തിട്ട് നശിപ്പിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തി, അതിൻ്റെ പ്രവർത്തികളെ മാറ്റി ക്രിസ്തുവിൻ്റെ നിന്ന എന്ന അനുഗ്രഹീതമായ തേജസ്കരണത്തിൻ്റെ വഴിയിലേക്ക് ജനത്തെ നടത്തുവാൻ കർത്താവ് വചനങ്ങൾ ജനത്തെ ഇടയാക്കണം. ഹല്ലേലൂയ, ജനഹൃദയത്തിൽ ധൈര്യവും ബലവും ആശ്വാസവും പകരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവചരിത്രയുടെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.